അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ സ്റ്റുഡിയോ ഓൺലൈൻ അല്ലെങ്കിൽ രാജീവ്സ് വ്ലോഗ്സ്. നിങ്ങൾക്കിപ്പോൾ ഏതാണ് ആക്ച്വലി കാണിക്കുന്നത്? രാജീവ്സ് വ്ലോഗ്സ് ആണോ ഐ സ്റ്റുഡിയോ ആണോ? എനിക്ക് രണ്ടും കാണിക്കുന്നുണ്ട്, ഐ സ്റ്റുഡിയോ എന്നും കാണിക്കുന്നുണ്ട്, രാജീവ്സ് വ്ലോഗ്സും കാണിക്കുന്നുണ്ട്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു പുതിയൊരു വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു തുടക്കം പോലെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു ഫെബ്രുവരി മാർച്ചൊക്കെ തൊട്ട് കുറച്ചും കൂടെ ഔട്ട്ഡോറൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ, എൻ്റെ അമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇപ്പോഴും അവൻ്റെ പുറകെ തന്നെയാണ് പരിപാടികളൊക്കെ. അതുകൊണ്ട് നമുക്ക് വലിയ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിവേസ് ഗൈസ്, നമുക്ക് ആ ഒരു സമയം വരെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലൈറ്റ് റൂം അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് വീഡിയോസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ 2024 അല്ലേ, ഒരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ 2024 ഫോട്ടോഗ്രാഫി എവിടെ നിൽക്കുന്നു, മീൻസ് ഞാനും കുറച്ചൊരു 10-20 ദിവസമായിട്ട് ഇത് തന്നെ എങ്ങനെ നമുക്ക് തിരിച്ച് ഫീൽഡിലേക്ക് കടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. മുമ്പ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഏതോ ഒരു വീഡിയോയിലൊക്കെ ചെയ്തിരുന്നു 4K റെസൊല്യൂഷൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ, മീൻസ് നമ്മുടെ കനോൺ ക്യാമറകൾക്ക് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കതൊരു ഇത്ര പെട്ടെന്ന് ഡെവലപ്പായി വരുമെന്ന് പോലും നമ്മൾ വിചാരിച്ചിരുന്നില്ല. 4K ഇപ്പോൾ എല്ലായിടത്തും 4K മിനിമം വേണം. 8K ഒക്കെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും പുറകോട്ട് വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറഞ്ഞാൽ അന്ന് ഒരു 6 കൊല്ലം മുമ്പത്തെ സ്മാർട്ട് ഫോണുകളല്ല ഇപ്പോൾ. അന്ന് 6 കൊല്ലം മുമ്പ് 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് കിട്ടിയിരുന്ന സ്മാർട്ട് ഫോണും ഇപ്പോൾ ആ ഒരു റേറ്റ് കിട്ടുന്ന ഫോണിലും വരുന്ന ഫോട്ടോസ് ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കോപ്പ് കൂടുതലും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരുടെ സ്കോപ്പ് അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ ഫീൽഡിൽ അധികമില്ല. പക്ഷേ ഞാൻ ഇനിയും മുമ്പോട്ട് പോയാലും വെഡ്ഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. നമ്മളിതുപോലെ ബേബി ഷൂട്ട്സ് അല്ലെങ്കിൽ പോർട്രേറ്റ്സ് കാര്യങ്ങളിലേക്ക് തന്നെ കടക്കണമെന്ന് തന്നെ വിചാരിക്കുന്നു. ഞാനായിരുന്നു എൻ്റെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. മീൻസ് ഇപ്പം ഞാൻ റീസെൻ്റ് എടുത്ത ഫോട്ടോസിനെക്കാട്ടും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ എഡിറ്റിംഗ് നോക്കിയാൽ കുറച്ചും കൂടെ ബെറ്റർ എൻ്റെ പഴയ പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം നമ്മൾ ഈ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്താലും അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് സാധാരണ ഫോണിൽ എടുക്കുന്നതിൽ നിന്നും നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു മെയിൻ ഡിഫറൻസ് നമുക്ക് വരുന്നത് ഇതാണ്. നമ്മുടെ ആ ഒരു ഫോട്ടോഗ്രാഫി എടുക്കുന്നതിൻ്റെ ആ ഒരു സ്കില്ല് മാത്രമല്ല, അത് കൂടാതെ നമുക്ക് റീടച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു തനതായ സ്റ്റൈൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിന് ഓക്കെ, അത് എന്തായാലും ഒരു കല്യാണത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഇതുപോലെ ബേബി ഷൂട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്വന്തമായിട്ട് സ്മാർട്ട് ഫോണിൽ ഓൾമോസ്റ്റ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടാനൊക്കെ ആണല്ലോ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ഫോട്ടോ എടുക്കുന്നത്. ഇൻസ്റ്റഗ്രാമോ അങ്ങനത്തെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഫുൾ സ്ക്രീൻ ലോസ്ലെസ് ക്വാളിറ്റിയുള്ള ഇമേജിൽ നിന്നും ആവശ്യം മിക്ക ആൾക്കാർക്കും ഇല്ല. ആൽബങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ എന്ന് വെഡ്ഡിങ്ങിൻ്റെ അല്ലാത്ത കാര്യം ആൾക്കാരിപ്പോൾ കുറവായിരിക്കും. എനിക്കൊന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു 6 കൊല്ലം മുമ്പ് ഇതുപോലെ ബേബി ഷൂട്ട് ചെയ്തിട്ട് ചില ആൾക്കാരത് ആൽബമായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ല. ആൾക്കാർക്ക് ആൽബത്തെക്കാട്ടും കൂടുതൽ സോഷ്യൽ മീഡിയയാണ് എല്ലാവർക്കും ഫോട്ടോസ് ഷെയർ ചെയ്യാനും കൂടുതൽ ആൾക്കാരെ കാണിക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും വെഡ്ഡിങ് അല്ലാതെ ഫോട്ടോഗ്രാഫിയിൽ മുൻപോട്ട് പോകണമെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും നമുക്ക് ആ ഒരു തനതായ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യണം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ട് കുറേ നാളായി. അപ്പം ആ ഒരു രീതിയിലായിട്ടൊക്കെ എങ്ങനെ തിരിച്ചു വരാമെന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ എടുത്ത് പഴയ ഫോട്ടോ അതിലെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നും ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഇതൊക്കെ തന്നെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ തന്നെ നമ്മൾ സോണി ക്യാമറാസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. ഞാൻ നിർത്തുന്ന സമയത്തൊക്കെ സോണി ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറി വന്നുകൊണ്ടിരുന്നൊരു സമയമായിരുന്നു 6 കൊല്ലം മുമ്പ്. ഇപ്പോൾ എനിക്കൊന്ന് ടോപ്പ് സോണിയാണ് അല്ലേ. അതുപോലെ തന്നെ ഓട്ടോ ഫോക്കസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഒരു ഗെയിം ചേഞ്ചറാണ്. ആൾക്കാർക്ക് അധികം ഷോട്ടുകൾ മിസ്സാകത്തില്ല. ഞാനാണെങ്കിലും ഇപ്പം 6700 നമ്മൾ വാങ്ങി. അതും നമ്മുടെ പഴയ 80Dയും വെച്ച് കമ്പയർ ചെയ്താൽ നമുക്കിപ്പോൾ ഒരു 80Dയിൽ നമ്മളൊരു ഫോട്ടോ എടുത്താൽ മിസ്സാകാനുള്ള ചാൻസ്, അതായത് ആ ഒരു ഫോക്കസ് മിസ്സാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ദിസ് 6700 ഒക്കെ. ഇതിൽ നമുക്കൊരു 90-95% ഫോട്ടോസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടും. അങ്ങനെ ഒരു ഓട്ടോ ഫോക്കസ് ടെക്നോളജിയൊക്കെ ഭയങ്കര ഡെവലപ്ഡ് ആണ് സോണിയുടെ.
അങ്ങനെ ടെക്നോളജിക്കലി നമുക്ക് ആ ഒരു സപ്പോർട്ട് നമുക്കുണ്ട് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്കും സ്വന്തമായൊരു ശൈലി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഇതിൽ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കേരളത്തിൽ നമുക്കിപ്പോൾ ബേബി ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് നമുക്കില്ലായിരുന്നു. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ തന്നെ തോന്നുന്നു ആദ്യമായിട്ട് ബേബി ഷൂട്ടൊക്കെ ചെയ്യുന്നെന്ന് തോന്നുന്നു. മീൻസ് ആദ്യം ചെയ്യാൻ തുടങ്ങിയ ആളുകളിൽ കുറച്ച് പേരിൽ ഒരാളായിരിക്കാം. ഇപ്പോൾ അതെല്ലാം ഭയങ്കര വൈഡ് സ്പ്രെഡാണല്ലോ നാട്ടിലൊക്കെ. അപ്പോൾ ഗൈസ്, കൂടുതലും ഇതുപോലുള്ള തോട്ട്സ് ഷെയർ ചെയ്യാനുള്ള വീഡിയോസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് റൂം ഫോട്ടോഷോപ്പിൻ്റെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ കേട്ടോ. ഞാൻ ഇപ്പോൾ ഓൾറെഡി അഡോബ് ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്യാം. പുതിയ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഫയർഫ്ലൈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാതിരിക്കാം. സോറി, മൊത്തം മാറിപ്പോയില്ല. മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫെബ്രുവരി ഒക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ട്രാവൽ വിത്ത് ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പണ്ട് തൊട്ടേ ആഗ്രഹം, ഇതുവരെ നടക്കാത്തൊരാഗ്രഹം എന്ന് പറഞ്ഞ് നമുക്കിരിക്കുന്നു. ഇനിയെങ്കിലും നടത്തണം. അപ്പോൾ എനിവേസ് ഗൈസ്, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാണാം.